ഇറാൻ വംശജയായ ബെൽജിയത്തിലെ MP വളരെ സുന്ദരിയൊക്കെയാണ്. ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ഇറാൻ തന്നെ ശ്രമിച്ചുവെന്ന് ഇവർ വെളിപ്പെടുത്തുന്നു. കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുന്നില്ലേ? അതായത് ദാരിയ സഫായി ഇവർ വളരെ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റാണ്. ഇറാനിലുമൊക്കെ വെച്ച് ഇറാനിൽ തന്നെ പ്രതിഷേധങ്ങളൊക്കെ, ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഇവരും ഭർത്താവും കൂടി നടത്തിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ജയിലിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്പിലെത്തി ബെൽജിയത്തില് MP ആയിരിക്കുന്ന ആളാണ് ഈ ദാരിയ സഫായി. ഇവരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവർ തുർക്കിയിലാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഈ സംഭവം. ഇറാൻ ഈ ഹോസ്റ്റേജ് ഡിപ്ലോമസി നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്, അതിനുവേണ്ടി തട്ടിക്കൊണ്ടുപോകാം. ഹോസ്റ്റേജ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ, വിദേശികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശുക. പണ്ട് ഈ ലഷ്കർ ഇ തൈബ തുടങ്ങിയ ആളുകൾ 6 വിദേശികളെ കാശ്മീരിൽ തട്ടിക്കൊണ്ടുപോയി ഓർക്കുന്നില്ലേ? വില പേശുക എന്ന് പറയുമ്പോൾ കാശ്മീർ ഒരു ആഗോള പ്രശ്നമാവും. വേറെ രാജ്യങ്ങൾ ഇടപെടുക, പല രാജ്യങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുമ്പോൾ അവസാനം ആ 6 പേരെയും തട്ടിക്കളയാണ് ചെയ്തത്. അതിലാണ് ഓസ്ട്രോം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണപുരത്ത് വന്ന് കഥകളിയൊക്കെ പഠിച്ച് അതെ, ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോം, അദ്ദേഹത്തിനെയൊക്കെ കൊന്നതൊക്കെ ആ 6 പേരിൽ പെട്ട ആളായിരുന്നു അദ്ദേഹം. ഈ നമ്മൾ ഹമാസിന്റെ നോക്കുക, ഹമാസ് ഗാസയിലേക്ക് മറ്റേ തട്ടിക്കൊണ്ടുപോയില്ലേ ഇസ്രയേലികളെ, മറ്റ് രാജ്യത്ത് നിന്നുള്ളവരെ. ആ ബന്ദികളെ വെച്ചിട്ടാണല്ലോ വില പേശുന്നത്. അങ്ങനെ ബന്ദികളിൽ ഒരാളെ വിടുമ്പോ ഇസ്രയേലിന്റെ തടവിലുള്ള 1000 പലസ്തീൻ തടവുകാരെയൊക്കെ വിടേണ്ടി വരില്ലേ? ഒന്നിന് വരും 10,100,000 സിൻവറിനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെയല്ലേ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ തന്നെ മറ്റേ വിമാനം റാഞ്ചി കൊണ്ടുപോയില്ലേ കാണ്ഡഹാറിലേക്ക്? അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ നിന്ന് മറ്റേ സയ്യിദിനെയൊക്കെ വിട്ടുകൊടുത്തത്, ഇവിടെ കാശ്മീർ ജയിലിലുണ്ടായിരുന്നത്. ഇങ്ങനെ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് ബന്ദികളാക്കിയിട്ട് വില പേശുന്ന പരിപാടിയുണ്ട്. ഇറാൻ ഒരുപാട് കാര്യങ്ങൾ വിലപേശാനുണ്ടല്ലോ. ആണവ കാര്യങ്ങളുണ്ട്, ഇസ്രയേലിനെ ആക്രമിക്കരുത് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇറാനെ തട്ടിക്കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് ഇന്ന് ഈ ദാരിയ സഫായിയാണ്, ബെൽജിയത്തിലെ MP. അപ്പോൾ അവർ പറയുന്നത് വേറെയും ചില യൂറോപ്യൻ MPമാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതി ഇറാന് ഉണ്ട്. അപ്പോൾ ബ്രസൽസ് ഉണ്ടല്ലോ, ബെൽജിയത്തിന്റെ തലസ്ഥാനം, ബ്രസൽസിലെ പാർലമെന്റിലെ MP ആണ് ഇവര്. തുർക്കിയിൽ വെച്ചിട്ടാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇവർ പറയുന്നത് തിങ്കളാഴ്ച ഇവരെ പോലീസും രഹസ്യ പോലീസും ഒക്കെ വിളിച്ചിരുന്നു ബെൽജിയത്തിൽ നിന്ന്. ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, സംരക്ഷണം ഞങ്ങൾ നോക്കിക്കോളാം, സൂക്ഷിക്കണം, കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെ റാഞ്ചിയിട്ട് ടെഹ്റാനിൽ കൊണ്ടുപോയി വിലപേശുക എന്നുള്ളതാണ് ഇറാൻ ഉദ്ദേശിച്ചിരുന്നതെന്നാണ് പറയുന്നത്. 1999 ഇവരെ ടെഹ്റാനിലെ ജയിലിൽ അടച്ചിരുന്നു ഈ ദാരിയ സഫായിയെ. വലിയ പോരാളിയാണ് അവർ, ഇറാൻ. അപ്പോൾ റാഞ്ചി പീഡിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ജയിലിലിട്ടത്. ഇപ്പോഴും ഈ റാഞ്ചി പീഡിപ്പിച്ച് കൊല്ലാനാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തെ MPയെ തട്ടിക്കൊണ്ടുപോകണം, വിലപേശാൻ ഉപയോഗിക്കണമെന്ന് ഇറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ നോക്കുന്നത് ദാരിയ സഫായിയെ ആയിരിക്കും. ഇവര് IRGC ഉണ്ടല്ലോ, അവിടുത്തെ പട്ടാളം, ആ IRGCയെ, ഇറാന്റെ പട്ടാളത്തിനെ ഭീകര സംഘടനയായിട്ട് ബെൽജിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈന്യത്തെ തന്നെ. IRGC ആണല്ലോ വിദേശത്തൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വിദേശ ഓപ്പറേഷനുകൾ. അപ്പോൾ അതിനെ ബെൽജിയം ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് ഈ ദാരിയ സഫായിക്ക് ഈ തട്ടിക്കൊണ്ടുപോകുന്നുള്ള ഭീഷണി വന്നിരിക്കുന്നത്. അപ്പോൾ ഭീകരത ഇല്ലാത്ത പാശ്ചാത്യ ലോകത്തിനായി ഞാൻ പോരാടുന്നു, പക്ഷേ നിങ്ങളുടെ ഇത്തരം ഭരണകൂട മൂരാച്ചിത്തരങ്ങൾ ഇല്ലാത്തൊരു ലോകത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് എന്ന് ദാരിയ സഫായി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇറാനിലെ ഭരണകൂടം മാറണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി പോരാടുന്നവരാണ്. 25ാമത്തെ വയസ്സിലാണ് അവർ ജയിലിലായത്. അപ്പോൾ
പീഡനം, ബലാത്സംഗം, കൊലപാതകങ്ങളൊക്കെ അവിടുത്തെ ജയിലിൽ നടക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. രാക്ഷസന്മാരാണ് അവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീയെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഇറാനിൽ കരുതുന്നത്. ജയിലിൽ നടന്ന കാര്യങ്ങളൊക്കെ അവർ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1999 ഈ ഖമനയുടെ ജയിലിൽ കിടക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ പാശ്ചാത്യ ലോകത്ത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ പാശ്ചാത്യ ലോകത്തും ഇപ്പം ഇസ്ലാമിക തീവ്രവാദം കാണുന്നുണ്ട്. പാശ്ചാത്യ ലോകവും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പിടിയിലാണ്. സ്ത്രീകളോടുള്ള വിവേചനങ്ങളും കാണുന്നുണ്ട് എന്നവർ പറഞ്ഞു. ശരിയാണ്, ബ്രിട്ടനൊക്കെ വല്ലാത്ത പിടിയിലാണ് തീവ്രവാദത്തിന്റെ. ജർമ്മനി, ഫ്രാൻസ് അല്ലേ, ഇതൊക്കെ ഭയക്കുന്നുണ്ട്. അപ്പൊ 2019 മുതൽ ഇവര് ബെൽജിയത്തിലെ MP ആണ് ദാരിയ സഫായി. അവര് ന്യൂ ഫ്ലെമിഷ് അലയൻസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നത്. 2001 നിലവിൽ വന്ന പാർട്ടിയാണ് അത്. 3 പെൺകുട്ടികളുള്ള ടെഹ്റാനിലെ കുടുംബത്തിൽ മൂത്ത പെൺകുട്ടിയാണ് ഈ ദാരിയ സഫായി. 3 പെൺകുട്ടികൾ, മൂത്ത പെൺകുട്ടി. 1979 അവിടുത്തെ ഇസ്ലാമിക വിപ്ലവം, ഈ ഖമനീയൊക്കെ വരുന്നത്. അതിനുശേഷം ധാരാളം പീഡനങ്ങൾ ഇവർ ഏറ്റുവാങ്ങേണ്ടി വന്നു. 22 വയസ്സിൽ സയ്യിദ് ബഷീർ താഷിനെ നിക്കാഹ് ചെയ്തു. ഡെന്റിസ്റ്റ് ആണ് അദ്ദേഹം. ഇവരും ഡെന്റിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ. അവസാന വർഷം 1999 പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ സലാം എന്നൊരു പത്രം ഉണ്ടായിരുന്നു ഭരണകൂടത്തിനെതിരെ നിൽക്കുന്നത്. ഈ സലാം എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ലൈസൻസ് പിൻവലിച്ചു. അതിനെതിരെയായിരുന്നു ഈ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയത്. അങ്ങനെ 4-ാമത്തെ ദിവസം ഇവരും ഭർത്താവും കൂടി നേതൃത്വം നൽകിയ പ്രകടനം അവിടെ ഗംഭീരമായിട്ട് നടന്നു. 5-ാമത്തെ ദിവസം ഇവർ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വിവരം കിട്ടി, വീട് റെയ്ഡ് ചെയ്തു. ഇറാൻ പോലീസ് റെയ്ഡ് ചെയ്തു. ഭർത്താവ് ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ള വിവരമൊക്കെ ഇവർ സഞ്ചരിക്കുമ്പോൾ കിട്ടി. ഇവര് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു. 2 ദിവസം കഴിഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്തു അവിടെ പോലീസ്. 24 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടിയത്. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതി, ഡെന്റിസ്ട്രി അവസാന വർഷം പരീക്ഷ എഴുതി. തുർക്കിയിൽ വെച്ചിട്ട് ഭർത്താവ് അറസ്റ്റിലായി. തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു, പക്ഷെ അവിടെ വെച്ച് അറസ്റ്റിലായി. ബെൽജിയത്തിൽ ചെന്നിട്ട് അവിടുത്തെ ലൈസൻസ് കിട്ടാനായിട്ട് പിന്നെയും 2 കൊല്ലം കൂടി അവിടെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതണമായിരുന്നു. അത് ചെയ്തു. അവിടെ ചെന്നിട്ടും ഡെന്റിസ്ട്രി പഠിച്ചു. അത് കഴിഞ്ഞ് അതായത് അവിടെ ഡെന്റിസ്ട്രി പഠിച്ചിരുന്നു ഭർത്താവ് എന്നുള്ളത് കൊണ്ട് തുർക്കിയിൽ വെച്ച് അറസ്റ്റിലായപ്പോൾ ബെൽജിയം ഇടപെട്ടു. ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇറാന് വിട്ടുകൊടുത്തില്ല. ബെൽജിയം ഇടപെട്ടിട്ട് ദാരിയയുടെ ഭർത്താവിനെ തിരിച്ച് ബെൽജിയത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇവരും ബെൽജിയത്തിലേക്ക് കടക്കുന്നത്, ഭാര്യയും ഭർത്താവും. അങ്ങനെ ബെൽജിയം സഹായിച്ചു. 2000 ജൂണിൽ 2 പേരും ബെൽജിയത്തിലെത്തി. ഡെന്റിസ്ട്രി പഠിച്ചു, അവിടുത്തെ പൗരത്വം നേടി, MP ആയി. എന്നിട്ട് അവരെയാണ് ഇറാൻ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടതായിട്ട് വിവരം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആയത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിലുള്ള മതഭരണകൂടത്തിൻ്റെ നിലപാടുകളിൽ മനം നൊന്ത്, അല്ലെ പേടിച്ചിട്ടായിരിക്കില്ല ഇവരൊക്കെ രാജ്യം വിട്ടു പോകുന്നത്. എന്നിട്ട് ഇവരുടെ ഉള്ളിൽ ആ ഫയർ ഉള്ളതുകൊണ്ടാണ് ബെൽജിയത്തിലൊക്കെ പോയിട്ട് പിന്നീട് രാഷ്ട്രീയ പാർട്ടി ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റി. അതെന്താന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവ് ഡെന്റിസ്ട്രി പഠിച്ചിരുന്നത് ബെൽജിയത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അങ്ങനെ രക്ഷപ്പെട്ടതാണല്ലോ. അപ്പോൾ ബെൽജിയം ഇടപെടാനും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ അവിടെ പ്രതിഷേധം നടത്തി ഇല്ലേ, ജീവൻ ഹോമിക്കപ്പെടുന്നു. അതെ, അവിടുത്തെ മുടി മറച്ചു എന്നൊക്കെ പറഞ്ഞു. മറച്ചില്ല, അതെ, മറച്ചില്ല എന്ന് പറഞ്ഞിട്ട് തടവിലായ സ്ത്രീകളുടെ കഥകളില്ലേ. അവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുന്നില്ല, എന്നിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. ഭർത്താവിൻ്റെ കൂടെയൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങണം, മൊത്തം മൂടി പൊതച്ച്. അതിലൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇനി അത് പൊട്ടിപ്പുറത്ത്. കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു.
അതായത് ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ ഇറാൻ ആക്രമണത്തിൽ. ആ ഘട്ടത്തിലായിരുന്നു ഈ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്ന പരിപാടി പദ്ധതി. അപ്പോഴാണ് ട്രംപ് ഇടപെട്ടത് എന്ന് വാഷിങ്ടൺ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ വെച്ച് തന്നെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ കഴിയുന്ന ഇസ്രയേലിന് വിശ്വാസമുണ്ട്. കാരണം ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവിടെ വൈദ്യുതി ഇല്ല, വെള്ളമില്ല, ഇങ്ങനെയൊക്കെയല്ലേ, മൊത്തം ഉപരോധത്തിലാണല്ലോ. ഒരു ജനാധിപത്യ ഭരണകൂടം അവിടെ വന്നാൽ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചു പോകാൻ കഴിയും. ജിഹാദ് ആണ് പ്രധാനപ്പെട്ട പണി എന്നാണല്ലോ അവിടെ വിചാരിച്ചിരിക്കുന്ന. അങ്ങനത്തെ ഭരണകൂടമാണല്ലോ. അല്ലാതെ മനുഷ്യരുമായിട്ട് സഹകരിച്ചു പോകണം, രാജ്യം നന്നാകണം, അങ്ങനെയൊക്കെ വിചാരിക്കണമല്ലോ. അപ്പൊ അടിച്ചമർത്തപ്പെട്ട ആ ജനത്തിൽ നിന്ന് പലായനം ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് ദാരിയ സഫായി. അതുകൊണ്ട് അവർ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നു. സ്വാതന്ത്ര്യമാണല്ലോ അവര് രുചിക്കുന്നത്. അവർക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് MP ആകാൻ കഴിഞ്ഞില്ലേ? ഇറാനിൽ നടക്കുമായിരുന്നോ? സ്ത്രീകൾ 2ാം തരം പൗരന്മാരായിരിക്കുന്ന രാജ്യമല്ലേ? അവിടെ മത്സരിക്കാൻ പറ്റുമോ? അവിടെ ജനാധിപത്യം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ദാരിയ സഫായി ശരിക്കും ഇറാനിലെ പോരാടുന്ന ജനങ്ങൾക്ക് മുഴുവൻ ഒരു വലിയ മാതൃകയായിട്ട് നിൽക്കുന്ന ആളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.